45 വർഷം മുൻപാണ് മനുഷ്യന്റെ മോചനം സ്വപ്നം കണ്ടതിന് ഒരു പുതിയ പുലരി, മനുഷ്യൻ സ്നേഹിക്കുന്ന ഒരു വ്യവസ്ഥ ഈ നാട്ടിൽ പുലരണം എന്നാഗ്രഹിച്ചത് ഈ നിബിഡ വനത്തിൽ ഭരണകൂടത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി അടിയോരുടെ പെരുമൻ സഖാവ് വർഗീസിനെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നത്. ഈ നിബിഡ വനത്തിനുള്ളിൽ നടന്ന ആ അറും കൊല ലോകമറിയില്ല എന്നായിരുന്നു ഭരണകർത്താക്കളും അതുപോലെ തന്നെ പോലീസ് മേധാവികളും അന്ന് കരുതിയിരുന്നത്. പക്ഷേ മനുഷ്യർക്ക് വേണ്ടി ചിന്തിയ ഒരു തുള്ളി ചോരയും നാളിതുവരെ പാഴായി പോയിട്ടില്ല എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി വർഗീസിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. 45 വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ അകമ്പടിയോടുകൂടി ഈ നിബിഡ വനത്തിനുള്ളിൽ ആ മനുഷ്യസ്നേഹിയെ, വിപ്ലവകാരിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ആ അധ്യായം അതോടുകൂടി തീർന്നു എന്നായിരുന്നു അവർ അഹങ്കരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി മിസ്റ്റർ CH മുഹമ്മദ് കോയ പോലീസിന്റെ വീര്യം തിരിച്ചു കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് പറഞ്ഞത്. സഖാവ് വർഗീസ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം AKGയും EMSഉം ഒക്കെ വിപ്ലവ വീര്യം കൊണ്ട് തുടിക്കുന്ന ആ ബാലനെ കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയും CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി നിലനിർത്തുകയും ചെയ്തു. 1967 സഖാവ് അണ്ണന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് സഖാവ് വർഗീസിനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സഖാവ് വർഗീസ് വീണ്ടും തന്റെ ജന്മനാടാണെങ്കിൽ പോലും പാർട്ടി പ്രവർത്തനത്തിന് ഇങ്ങോട്ട് എത്തുമ്പോൾ SK പൊറ്റേക്കാട് പിന്നീട് പറഞ്ഞതുപോലെ തിരുനെല്ലിയിലെ കമ്മ്യൂണിസത്തിൽ പാതിയും പതിരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് MP-യുമായിരുന്ന SK പൊറ്റേക്കാടാണ് അന്ന് തിരുനെല്ലിയിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അത്തരം ഒരു ഭാഷ്യം പറഞ്ഞത്. ആ പാതിയും പതിരായി പോയ കമ്മ്യൂണിസത്തിന്റെ വിപ്ലവ അന്തസത്ത ഉയർത്തിപ്പിടിച്ച്, വർഗ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച്, ഈ ചെങ്കൊടിയുടെ വർഗരാഷ്ട്രീയം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദിവാസികളെ സംഘടിപ്പിക്കുകയും അവരെ മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി. വള്ളിയൂർക്കാവിൽ വെച്ച് ആദിവാസികളെ ലേലം ചെയ്യുന്ന ഭാര്യയും ഭർത്താവിനെയും മക്കളെയും ഓരോ ജന്മിക്ക് കീഴിൽ പണിയെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, അത് ജന്മിമാരെ വിരളി കൊള്ളിച്ചു. ആ വിരളി കൊള്ളിക്കലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുമാണ് 45 വർഷങ്ങൾക്ക് മുൻപ് സഖാവിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ട വർഷിക്കാൻ ഭരണാധികാരികൾ സന്നദ്ധമായത്. പക്ഷേ ചരിത്രം അവസാനിച്ചില്ല. രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്നും, അവരുടെ വിയർപ്പിൽ നിന്നും, അവരുടെ ഉശിരിൽ നിന്നും, അവരുടെ ചരിത്രത്തിൽ നിന്നും ഒക്കെ തന്നെ ചരിത്രം നടക്കുകയായിരുന്നു. ഏതൊക്കെ തരത്തിൽ ഭരണാധികാരികൾ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ ഉന്മൂലന നാശം വരുത്തിയെന്ന് അഹങ്കരിക്കുമ്പോഴും കേരളത്തിലെ വിപ്ലവ ശക്തികൾ ഒരു പുതിയ ലോകം സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് മാർച്ച് ചെയ്യുക തന്നെയാണ്. ഈ 45 വർഷത്തിന് ശേഷം സഖാവിന്റെ ഓർമ്മ നാം പുതുക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നാം നേടിയ ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും ഒക്കെ തന്നെ തകർക്കപ്പെടുന്ന രൂപത്തിൽ ഒരു രാജ്യത്തെ തന്നെ മതരാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇങ്ങനെ രക്തം ചിന്തിയ മനുഷ്യരുടെ ഓർമ്മകളും അവരുടെ സ്മരണകളുമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികാട്ടി എന്ന തിരിച്ചറിവോടുകൂടിയാണ് അടിയോരുടെ പെരുമന്റെ രക്തസാക്ഷി ദിനം CPM ഫ്ലാഗ് ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷവും വലിയ പോലീസ് നരനായിട്ടുണ്ടായ ഘട്ടത്തിൽ പോലും CPML പ്രവർത്തകർക്ക് താഴെ ഇറങ്ങാൻ പോലും അവസരമില്ലാതിരുന്ന സമയത്ത് പോലും സഖാവ് വർഗീസിന്റെ പ്രിയപ്പെട്ട തോഴൻ സഖാവ് ചോമൻ മൂപ്പൻ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഇവിടെ കൊടിയുയർത്തിയിട്ടുണ്ട്. അതായിരുന്നു വയനാടിന്റെ ചരിത്രത്തിൽ വന്ന സംഭവങ്ങൾ. ഇന്ന് നാം അടിയോരുടെ പെരുമനെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഇന്ത്യ, ഒരു പുതിയ സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പടയോട്ടത്തിൽ പോവുകയാണ്. ഈ പാറക്കെട്ടുകളിൽ തെറിച്ചു വീണ ചോരത്തുള്ളികൾക്ക് അന്ന് മുഴങ്ങിയ സഖാവിന്റെ കണ്ടത്തിൽ നിന്നുയർന്ന അവസാനത്തെ വെടിയുണ്ടയും വർഷിക്കുമ്പോഴും സഖാവിന്റെ കണ്ടത്തിൽ നിന്നുയർന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഊർജം ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിപ്ലവ ശക്തികൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ, ആ വെല്ലുവിളികൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സജ്ജരായിരിക്കുന്നത്. ആ പ്രിയ സഖാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രിയ സഖാവ് അടിയോരുടെ പെരുമന് ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ രക്തപതാക അരിവാൾ ചുറ്റികയും അങ്കിതമായ തൊഴിലാളിയുടെയും കർഷകന്റെയും വർഗ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ആ ചിഹ്നമേറ്റി ചെങ്കുടി എത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യുകയും വർഗീസിനെ പോലുള്ള രക്തസാക്ഷികൾ പുന്നപ്രയിലും വയലാറിലും മാരാരിക്കുളത്തും
മുനിയങ്കുന്നിലും പാടിക്കുന്നിലും മോഞ്ചിയത്തുമൊക്കെ പിടഞ്ഞു വീണ രക്തസാക്ഷികളുടെ ആ പാരമ്പര്യം, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വരെ മുന്നോട്ട് പോകും എന്ന് പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് ഈ അനുസ്മരണം ഇവിടെ നടത്തുന്നത്. അടിയോരുടെ പെരുമന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ഒരിക്കലും മനുഷ്യർക്ക് വേണ്ടി മരിച്ചവരുടെ ജീവിതവും അവരുടെ സ്മരണകളും പാഴായി പോയിട്ടില്ല എന്ന ഓർമ്മ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട്, പ്രിയ സഖാവേ ലാൽ സലാം.